മധുരം കൂടുതലാണെന്ന് ഡൗട്ടില്ലേ? കുടിച്ചു നോക്കിയാ മധുരം കുറവാ. ഷെബിതാ ഫുഡൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുവാണ്. ഷെബി ആരുടെ ബർത്ത്ഡേയാ? ഫസ്റ്റിലാത്ത വന്ന് ജോലിയായില്ലേ? ആ വെള്ളം കലക്കുക. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇന്ന് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത് ഇന്നെൻ്റെ ഒക്ടോബർ 17 എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിൽ എനിക്കിന്നൊരു സർപ്രൈസ് പാർട്ടി തരുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഒരു വില്ലയിലാണ്. അപ്പം ഫുഡൊക്കെ ഓൾറെഡി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങളെല്ലാം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പം അവരെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. ഷെബി പുറത്താണ് കേട്ടോ. ഇത് ലേഡീസാണ്. അപ്പോൾ ഷെബിന് വരുത്തതേ ഉള്ളൂ. അപ്പോൾ വേണ്ട എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ 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 വെയിറ്റ്. ഇത് ഷീബ ചേച്ചി, ഇത് മിന്നു, ഷീബ ചേച്ചിയുടെ മോള്. ഷീബ ചേച്ചി എന്തിനാ മതിയാ? ഷീബ ചേച്ചിക്ക് നാടൻ കേട്ടോ. ഇത് പിന്നെ അറിയാലോ മർജി, ഇത് ഫസ്ലാത്ത, ഇത് മക്കള്. മർജി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ടാ? അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ വ്ളോഗാണിത് കേട്ടോ. ഇതാണ് ഈ ഒരു സാരി നിങ്ങൾ കണ്ടില്ലായിരുന്നു അന്ന് അപ്പൂസ് അമാനു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരിയാണ് കേട്ടോ. ഞാൻ ബർത്ത്ഡേക്ക് വെച്ചിരുന്ന സാരിയാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എന്താ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാവേ. വേണ്ട, ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കുന്നില്ല. ഇത് ബീഫ് കറി, ഇത് മന്തി, ഇത് കപ്പ, ഇത് ചിക്കൻ 65 ആണ് കേട്ടോ. ഇത് സാലഡ്, ഇത് വെള്ളം കേട്ടോ. എൻ്റെ കേക്ക് വേണ്ട, ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക് കേട്ടോ. ഇതിൽ ഫുള്ള് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെയാണ് തീം. ഇത് പിന്നെ കപ്പ് കേക്ക്. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു ചേച്ചി നമുക്ക് അയച്ചു തന്നെയാണ് കേട്ടോ. എൻ്റെ ഹെയർ ഡ്രസ്സൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇനിയും സാധനങ്ങളൊക്കെ വരാനുണ്ട്, പൊറോട്ടയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. അപ്പം ആലോചിച്ചെത്താ ഞങ്ങളെ ജ്യൂസ് ഇവിടെ വന്നിട്ട് എടുക്കുക അല്ലേ? അവിടെ വെച്ചെടുക്കാൻ മറന്നു. ഇതെല്ലാം സാരിയിലായുള്ള കളർ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ കലക്കിക്കോ. കലക്കിക്കോ. ഫസ്ലാത്ത വന്ന് ജോലിയായില്ലേ? ആ വെള്ളം കലക്കുക. മധുരം കൂടുതലാണെന്ന് ഡൗട്ടില്ലേ? കുടിച്ചു നോക്കിയാ മധുരം കുറവാ. ജോലിയില്ലേ? എന്നെ വിളിച്ചില്ല. അപ്പോൾ വെള്ളമൊക്കെ കലക്കി സെറ്റാക്കിട്ടെ. ഷെബിതാ ഫുഡൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കുവാണ്. ഷെബി ആരുടെ ബർത്ത്ഡേയാ? മന്തി ആരുടെ ബർത്ത്ഡേ? ആരുടെയാ? ഇത് മോന്റെയാ? നിങ്ങളുടെയാ? നിങ്ങളെവിടെ പോയി നിൽക്കുന്നത്? നമ്മുടെ ഗ്രില്ലഡ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. മർജി വെള്ളം കൊണ്ട് മധുരം കണ്ടോ? ഓക്കെ ആണോ? ആ രണ്ടാമത്തെ പൊട്ടിച്ചേത്താ? ഓക്കെ ഒഴിച്ചോ. വെള്ളത്തിന്റെ മധുരം ഓക്കെ ആണോ? അങ്ങനെ ഞാനും മർജിയും കൂടി കേക്കൊക്കെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഓൾറെഡി വലിയ ടേബിളാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തത്. പിന്നെ അത് ഒരു കൊച്ചു ടേബിളിലോട്ട് മാറ്റി കേട്ടോ. അപ്പം ഞാൻ ഈ കേക്ക് ഓർഡർ ചെയ്തത് സ്വീറ്റ് ബൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ നമ്പറാണ്. അപ്പം ഹോം മെയ്ഡായിട്ട് ഒരു ചേച്ചി, സുജാത എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചി നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും. അപ്പം എനിക്ക് കുറേ ഫോട്ടോസൊക്കെ അയച്ചു തന്നെ കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഈ ഒരു തീമാണ് എടുത്തത് കേട്ടോ. കാരണം മേക്കപ്പ് ഇടുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കേട്ടോ. അപ്പോൾ ആ ഒരു മേക്കപ്പിൻ്റെ ഒരു തീം
ലിപ്സ്റ്റിക്കും കണ്ണാടിയും ബ്രഷും ഒക്കെ വെച്ചിട്ടുള്ളൊരു കേക്കിൻ്റെ തീമായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് പിസ്താഷ്യോ ആണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പിസ്താഷ്യോ അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്കാണ് കേട്ടോ. അപ്പം ഞാൻ പിസ്താഷ്യോ ആണ് ഇത്തവണ ഓർഡർ ചെയ്തത്. പിന്നെ അതുപോലെ ഒരുപാട് ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ വിളിച്ചില്ല കേട്ടോ. വളരെ എല്ലാ വർഷവും എൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. കാരണം ഒരുപാട് പേരെ വിളിച്ചൊന്നും കൂട്ടാനൊന്നും മോൻ്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ ഇത്. ഫ്രണ്ട്സ് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് നന്നായിട്ട് അറിയാം കേട്ടോ ബർത്ത്ഡേ. അപ്പം ബർത്ത്ഡേക്ക് മുന്നേ പറയും ഷാന പാർട്ടി വെക്കണം, കഴിഞ്ഞ വർഷത്തെ കൂട്ടി വെക്കണം എന്നൊക്കെ എന്നെക്കാളും മുന്നേ അവരാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ചെറിയൊരു പാർട്ടി ഹാളൊക്കെ സെറ്റാക്കി കേക്കൊക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കുവാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഈ ഒരു ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഷീബ ചേച്ചി മറിയ ഇവരെപ്പോഴും എൻ്റെ കൂടെയുള്ളതാണ്. പിന്നെ നമ്മൾ മർജുവിൻ എൻ്റെ നാട്ടുകാരിയാണ്, ഷീബ ചേച്ചി പിന്നെ ട്രിവാൻഡ്രമാണ് കേട്ടോ. പിന്നെ ഫസ്റ്റിലാത്ത കാലിക്കട്ടാണ്, ഫസ്റ്റിലാത്ത ഈ അടുത്ത് കോണ്ടാക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്നേഹമാണ്. അപ്പം ഫസ്റ്റിലാത്ത ഈ അടുത്ത ദിവസം ഞാനാണെങ്കിൽ നസീറാത്താടെ വീട്ടിൽ നാട്ടിൽ പോകുന്നൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് നസീറാത്ത എനിക്കൊരു ഗിഫ്റ്റ് വന്നപ്പം ഫസ്റ്റിലാത്ത അറിഞ്ഞത് കേട്ടോ. അല്ലാണ്ട് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റിലാത്തേക്കും വലിയ ആഗ്രഹമായിരുന്നു കൂടെ വരണമെന്ന്. അങ്ങനെ മർജിയോട് നേരത്തെ പറഞ്ഞിരുന്നു ഷാനയുടെ ബർത്ത്ഡേ ആകുമ്പോൾ എന്നെ വിളിക്കണം എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഫസ്റ്റിലാത്തായി വന്നു സർപ്രൈസായിട്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം കേക്ക് മുറിച്ചു. ഷെഫിയുടെ വകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ഐഫോൺ ആയിരുന്നു കേട്ടോ. ഷെഫിയാണെങ്കിൽ കുറേ എന്ത് തരണം എന്ന് കുറേ ആലോചിച്ച്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണാണെങ്കിൽ iPhone 12 ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോസ് എടുക്കാനൊക്കെ കുറച്ച് ക്ലാരിറ്റിയുടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫോൺ നല്ല ഓവർ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തായാലും നിനക്ക് ബർത്ത്ഡേക്ക് ഞാൻ നല്ലൊരു ഫോണാണ് തരുന്നതെന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നതായിരുന്നു കേട്ടോ. അതിപ്പോൾ അന്നേരം സർപ്രൈസായിട്ടല്ലായിരുന്നു, എനിക്കറിയാം എന്തായിരുന്നു ഗിഫ്റ്റ് എന്ന് കേട്ടോ. അങ്ങനെ ഫോണായിരുന്നു അങ്ങനെ ഷെഫിയുടെ വക ഗിഫ്റ്റ്. പിന്നെ ഫ്രണ്ട്സൊക്കെ കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നെക്സ്റ്റ് അൺബോക്സിങ് വീഡിയോയിൽ കാണിക്കാം. ഈ ഒരു ബർത്ത്ഡേയുടെ വീഡിയോ തന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ 2-3 ദിവസം കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിരുന്നല്ലോ ഞാൻ യൂസഫ് അലിക്കായിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ ഹാപ്പി ന്യൂസൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ. ആ ഒരു വീഡിയോ ആണെങ്കിൽ നല്ല വൈറലായി. അങ്ങനെയാണെങ്കിലും അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർക്കാണെങ്കിൽ എൻ്റെ ഒറിജിനൽ വീഡിയോസൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് അയച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ പേജിൽ ആ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ നല്ല വൈറലായി. എനിക്ക് ആ ഒരു ഭയങ്കര സന്തോഷം കൂടിയാണ് കേട്ടോ. അതും എൻ്റെ പിറന്നാൾ ദിവസമൊക്കെ കണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കായത് കാരണം ഞാൻ ഈ ഒരു ബർത്ത്ഡേ വീഡിയോ ഇന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ മ്യൂസിക് ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് പെട്ടെന്ന് അടിക്കും. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഫുഡ് ഞാനാണെങ്കിൽ കപ്പയും ബീഫൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത് കേട്ടോ. ചിക്കൻ 65 സാലഡ് ഒക്കെ. പിന്നെ ബാക്കി നമ്മൾ മന്തിയും ഗ്രില്ലഡും പൊറോട്ടയും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഫുഡൊക്കെ ഒരുപാട് അധികം വന്നു. ഫ്രണ്ട്സ് എല്ലാവരും ഒരു പോകാൻ നേരത്ത് പിന്നെ കുറച്ച് കൊണ്ടുപോയി കേട്ടോ. കാരണം പിറ്റേന്ന് ഫ്രൈഡേ ആയിരുന്നല്ലോ. അപ്പം കുറേ അധികം ഉള്ളതുകൊണ്ട് പിന്നെ ഫ്രൈഡേ എല്ലാവർക്കും ഉച്ചയ്ക്ക് വരെ കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പോൾ ഈ ഫുഡൊക്കെ ചൂടാക്കി കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പക്ഷേ പുറത്തുനിന്ന് വാങ്ങിച്ച ഫുഡിനേക്കാളും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാനുണ്ടാക്കിയ കപ്പയും ബീഫുമാണ് കേട്ടോ. എല്ലാവരും എന്നോട് പറയും കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ, നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ അറിയാമല്ലോ എന്ന് പറയും കേട്ടോ. ഉമ്മാൻ്റെ കൈപ്പുണ്യമാണേ. ഉമ്മ നന്നായിട്ട് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എനിക്കും ആ ഒരു ഏകദേശം ആ കൈപ്പുണ്യൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഷെഫിയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 3 സ്റ്റെപ്പിലിരുന്നാണ് കഴിച്ചത്. പിന്നെ ഷെഫിയുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അവർ അപ്പുറ സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ വരാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രമേ നമ്മൾ വീഡിയോയിൽ എടുക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഗിഫ്റ്റ് അൺബോക്സിങ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അൺബോക്സിങ്ങിൽ കുറേ ഗിഫ്റ്റൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ബർത്ത്ഡേ നടത്തുമ്പോൾ ഉണ്ടല്ലോ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഇവിടെയാണ് ഫ്രണ്ട്സുള്ള. നാട്ടിലങ്ങനെ അധികം ആരും ഫ്രണ്ട്സൊന്നും ഇല്ല കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ ആകെ നാത്തും മാത്രമേ ഉള്ളൂ കേട്ടോ ബർത്ത്ഡേ വിഷ് ചെയ്തതും പിന്നെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു വിട്ടതും. ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ അടിപൊളി ഒരു ചുരിദാറൊക്കെയാണ് മർജിയുടെ വക. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോവാൻ കേട്ടോ. ഇത് ഷീബ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പം അവരെല്ലാം യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. പിന്നെ മർജി പിന്നെ അപ്പോഴൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ മർജി ഇറങ്ങത്തുള്ളൂ. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏർലി മോർണിംഗ് ആയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഷെബീനോട് വയ്ക്കുക ഇത് അബ്ദുള്ളയുടെ ബർത്ത്ഡേ ആണോ അതോ നിൻ്റെ ബർത്ത്ഡേ ആണോ കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമല്ലേ കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിന് മുന്നേയൊക്കെ എന്തൊന്നും നമുക്ക് ബർത്ത്ഡേ ഉണ്ടെന്ന് പോലും വല്ലപ്പോഴൊക്കെ ഒരു മുട്ടായിയൊക്കെ വാങ്ങിച്ചാലായി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴൊക്കെ ഒരു ജീവിതത്തിൽ ഓർത്ത് വെക്കാൻ പറ്റിയ കുറച്ച് നല്ല നിമിഷങ്ങളാണ് ഈ ഒരു വീഡിയോസൊക്കെ. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ പോയാലും യൂട്യൂബിൽ എത്ര നാളാണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു
അതുപോലെ എൻ്റെ സാരി ആണെങ്കിൽ വന്നവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാരിയായിരുന്നു. അപ്പം അടിപൊളി സാരിയാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടോ. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനിനി അൺബോക്സിങ് വീഡിയോയിൽ കാണിക്കട്ടെ എന്തൊക്കെയാണ് ഗിഫ്റ്റ് കിട്ടിയെന്ന്. അപ്പോൾ അതേ അബ്ദുള്ള നല്ല ഉറക്കം. ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിലോട്ട് വെക്കുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേയുടെ കുഞ്ഞു വ്ളോഗ്. അൺബോക്സിങ് വീഡിയോ കാണുന്നവരെ ടാറ്റാ.